ഹായ്, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കിന്നൊരു ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി എന്ന് നോക്കിയാലോ. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കനെ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് വേണം. ഞാനിവിടെ എരിവുള്ള വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതിന് പകരം നമുക്ക് കാശ്മീരി മുളക് എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 30 മിനിറ്റ് അടച്ച് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഉലുവയിട്ട് ഒന്ന് പൊട്ടിക്കാം. ശേഷം അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള സ്ലൈസ് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള വറ്റൽമുളകെല്ലാം ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയ ശേഷം ഒരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കും. കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. സവോളയൊക്കെ ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് മിക്സിയിൽ നമ്മൾ അരച്ചെടുത്ത ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത ശേഷം അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചിക്കനൊക്കെ നല്ല കുക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിനകത്ത് ഗ്രേവിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിലേക്ക് നമുക്ക് ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റ് വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ആണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം ഞാനിവിടെ ചപ്പാത്തിയുടെ ഒപ്പം ആണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.